നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശ്രീകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിൽ തുടരുകയാണ് ശ്രീകുട്ടി. ഇവരുടെ നിലവിലെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നിലവിൽ തുടർച്ചയായി തന്നെ CT സ്കാൻ എടുത്ത് പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം ഭർത്താവിനെ കാണാൻ വേണ്ടി എറണാകുളത്ത് പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു ശ്രീകുട്ടിക്ക് ഈ ഒരു അപകടം സംഭവിച്ചത്. പക്ഷേ ഇതുവരെയായിട്ടും ഭർത്താവ് ആശുപത്രി പരിസരത്തോ ആശുപത്രിയിലോ എത്തിയില്ല എന്നുള്ള ചില സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. ഈ ശ്രീകുട്ടിയുടെ ഭർത്താവ് എവിടെയാണ് എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. കാരണം പലതരത്തിലേക്കാണ് വാർത്തകൾ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നത്. അതായത് അവർ തന്നെ പറയുന്നു, പലരും ചോദിക്കുന്ന സംശയമുണ്ട്, ഭർത്താവ് കൊടുത്ത കൊട്ടേഷൻ ആണോ ഇത്, അല്ലെങ്കിൽ ഭർത്താവ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, അമ്മയൊക്കെ തന്നെ പല സമയത്തും ഈ ഒരു കുട്ടിക്ക് കൃത്യമായ ചികിത്സ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഭർത്താവ് വരുന്നില്ല എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. 19 വയസ്സ് മാത്രമുള്ള ശ്രീകുട്ടിയുടെ ഭർത്താവ് എവിടെ എന്ന ചോദ്യം ഉയരുമ്പോൾ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീകുട്ടി യാത്ര തിരിച്ചത് എന്ന് പറയുന്നു. ആ യാത്ര ഒരു ദുരന്ത യാത്രയായത് ഭർത്താവിനെ കാണാൻ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു. മാത്രമല്ല ഇവർ തമ്മിൽ, അതായത് ഈ സഹയാത്രികനും ശ്രീകുട്ടിയും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായിരുന്നുവെന്നും ശ്രീകുട്ടി സഹയാത്രികൻ ഇയാൾക്ക് അടി കൊടുത്തു എന്നും, അതായത് മർദ്ദിച്ചു എന്നും, അതിൽ വൈരാഗ്യം മൂത്താണ് ഈ ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളി താഴെ ഇട്ടത് എന്നടക്കമുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല അർച്ചനയും ശ്രീകുട്ടിയും ഏറെ നാളുകളായി സുഹൃത്തുക്കളായിരുന്നു എന്നുള്ള വിവരങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിലൊന്നും തന്നെ സ്ഥിരീകരണമില്ല. മാത്രമല്ല ശ്രീകുട്ടിയുടെ കുടുംബം വലിയ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നില്ല. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാൻ അവർക്ക് പ്രത്യേകിച്ച് താല്പര്യവും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത് കൃത്യമായ നിരീക്ഷണം വേണം, ചികിത്സ കൃത്യമായി തന്നെ ലഭിക്കണം എന്നുള്ള ആവശ്യം ഓരോ ദിവസവും കഴിയുന്തോറും അവർ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പിന്നീടാണ് കൃത്യമായി തന്നെ ചികിത്സ ലഭിക്കുകയും അതിന്റെ മുറയ്ക്ക് CT സ്കാൻ ഒക്കെ എല്ലാ ദിവസവും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. CT സ്കാൻ കണ്ട് ഞെട്ടിയ അധികൃതർ വേണ്ട ചികിത്സാ സഹായങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്നാൽ പ്രതീക്ഷിച്ച ഉണർവ് ശ്രീകുട്ടിയിൽ ഉണ്ടാകുന്നില്ലെന്നാണ് വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ. വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറിൽ ഈ അകസോണൽ ഇഞ്ചുറി ഉണ്ടായെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. അതിനാൽ സാധാരണ നിലയിലാകാൻ സമയം വേണ്ടിവരും. എന്നാൽ എത്ര നാൾ ഇങ്ങനെ അബോധാവസ്ഥയിൽ തുടരുമെന്ന വ്യക്തമല്ല. അതേസമയം എല്ലുകൾക്ക് വലിയ പൊട്ടലോ നെഞ്ചിലും വയറ്റിലും സാരമായ പ്രശ്നങ്ങളില്ലെന്നും ഡോക്ടർമാർ പറയുന്നു. അതേസമയം സഹയാത്രികൻ ചവിട്ടി താഴേക്കിട്ട ശ്രീകുട്ടിയുടെ സുഹൃത്തിനെ രക്ഷിച്ചയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്കിട്ടതിന് പിന്നാലെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും പ്രതി തള്ളിയിടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് തന്നെ വലിച്ചു കയറ്റിയതെന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നും സുഹൃത്ത് പിന്നീട് പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇയാൾ തന്നെയാണ് പ്രതിയായ സുരേഷിനെയും കീഴ്പ്പെടുത്തുകയും പിന്നീട് റെയിൽവേ പോലീസിന് കൈമാറുകയും ചെയ്തത്. ഇയാളുടെ മൊഴി കേസിൽ നിർണായകമാകാനാണ് സാധ്യത. പെൺകുട്ടികളെ രക്ഷിച്ച ഇയാളുടെ ഫോട്ടോയും റെയിൽവേ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. പെൺകുട്ടികളെ ആക്രമിക്കുന്നത് നേരിട്ട് കണ്ടയാൾ കൂടിയാണ് ഇയാളെന്നും കേസിൽ നിർണായകമായ മൊഴി നൽകാൻ സാധിക്കുന്ന ഒരാളാണ് ഇയാളെന്നും വ്യക്തമാവുകയാണ്. ഇയാൾ മലയാളിയാണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മറ്റാരെങ്കിലും ആയിരുന്നോ അല്ലെങ്കിൽ ഈ ജോലി തേടി ഇവിടേക്ക് എത്തിയ ആരെങ്കിലും ആയിരുന്നോ എന്നൊന്നും തന്നെ അറിയില്ല. എന്തായാലും പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ശ്രീകുട്ടി എവിടെ, ശ്രീകുട്ടിയുടെ ഭർത്താവ് എവിടെ, ശ്രീകുട്ടിയുടെ നിലവിലെ സാഹചര്യം എന്താണ് എന്നടക്കമുള്ള വാർത്തകൾ ശക്തമായി തന്നെ വരികയാണ്.